ഹലോ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ബ്രെഡ് റോൾ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. സവാളയിൽ ഒരു ലേശം ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഞാനതൊന്നും ഇതിൽ ആഡ് ചെയ്യണില്ല കേട്ടോ. കാരണം തനുക്കുള്ള കാരണം അവൾക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാവുമല്ലോ. സവാള ഒന്ന് നല്ലപോലെ വാടി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് പെപ്പർ അത്രയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണ്. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് വേവിക്കണ സമയത്ത് ഞാൻ അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ. അതെല്ലാം കൂട്ടിയിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണ്. സവാളയും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും എല്ലാം കൂടി നല്ലപോലെ മിക്സായി വന്നാൽ നമ്മുടെ ഫില്ലിങ് റെഡിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. കാരണം ഇത്തിരി ഹാർഡാണെന്ന് തോന്നിട്ടോ ബ്രെഡ്, അത് കാരണം ഞാനൊന്ന് സ്റ്റീം ചെയ്തെടുക്കാമെന്ന് വെച്ചു കേട്ടോ. ഇനി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇത്തിരി ഹാർഡാണെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ അതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്താൽ മതി. സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം വെക്കരുത് കേട്ടോ. വേഗം തന്നെ നമുക്ക് അതിനെ ഒന്ന് സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേഗം പരത്തിയെടുക്കണം കേട്ടോ. അല്ലാന്ന് വെച്ചാൽ അത് വീണ്ടും ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വേഗം ശ്രദ്ധിക്കാം. അങ്ങനെ എല്ലാം വേഗം കൊണ്ട് പരത്തിയെടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്നായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് ഫില്ലിങ് വെക്കാവുന്നതാണ്. ഇതേപോലെ ബ്രെഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് 2 സൈഡിൽ നിന്നും റോൾ ചെയ്തിട്ട് മൈദ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ 2 അറ്റത്തും മൈദ വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് പോരില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം തന്നെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ റോള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്, പക്ഷേ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു കേട്ടോ. ഇനി നമുക്ക് ഓരോ റോളായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മുട്ട ഒരെണ്ണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, മുട്ടയിൽ ആദ്യം മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ബാക്കി കുറച്ചിങ്ങനെ ഓവറായിട്ട് നിൽക്കുന്നുണ്ട് വെച്ചാൽ അതൊക്കെ ഒന്ന് തട്ടിക്കളയുക. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേഗം തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ആവും. അധികം നേരം നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓൾറെഡി നമ്മുടെ ഉള്ളിലുള്ള ഫില്ലിങ് കുക്ക് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ വേഗം തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. പിന്നെ നോമ്പ് തുറക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ്. അതേപോലെ തന്നെ നമുക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നുണ്ട് വെച്ചാൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് എന്തായാലും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.